മലയാളികളെ തൻ്റെ അഭിനയ മികവ് കൊണ്ടും പ്രായം തോൽപ്പിക്കാത്ത ശരീരം കൊണ്ടും എല്ലായ്പ്പോഴും അമ്പരിപ്പിക്കുന്ന ആളാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. ഈ മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന വമ്പൻ പ്രോജക്റ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ പ്രോജക്റ്റുകളെല്ലാം കൺഫേം ആയതും കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാം സ്ഥാനത്ത് ബസൂക്ക. ഒരു പുതുമുഖ സംവിധായകനായ ഡീനോ ഡെന്നിസ് എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ് ബസൂക്ക. ആക്ഷൻ ത്രില്ലർ ജോണറിൽ പെടുന്ന ഈ സിനിമയിൽ മമ്മൂക്കയോടൊപ്പം ഗൗതം വാസുദേവൻ, ബാബു ആൻ്റണി, ജഗദീഷ്, ഖാലിദ് റഹ്മാൻ എന്നിവരുമുണ്ട്. 2023 ഏപ്രിൽ മാസം അനൗൺസ് ചെയ്ത ഈ സിനിമ 2024 ഡിസംബർ ക്രിസ്മസിലോട്ട് ഇറങ്ങുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ സിനിമയുടെ ബഡ്ജറ്റായി വരുന്നത് 25 കോടി മുതൽ 30 കോടി വരെയാണ്. ടർബോയ്ക്ക് ശേഷം പ്രേക്ഷകർ വളരെയധികം കാത്തിരിക്കുന്ന ഒരു മമ്മൂക്ക സിനിമ കൂടിയാണ് ബസൂക്ക. രണ്ടാം സ്ഥാനത്ത് ഒരു മഹേഷ് നാരായണൻ സിനിമ. മാലിക് സിയൂസൂൺ ടേക്ക് ഓഫ് മലയൻകുഞ്ഞു എന്ന സിനിമയുടെ ഡയറക്ടറായ മഹേഷ് നാരായണനോടൊപ്പം മമ്മൂട്ടി ഒന്നിക്കുന്ന ഒരു പുതിയ സിനിമയാണ് ഇനി വരാനിരിക്കുന്നത്. പൂർണ്ണമായും വിദേശത്ത് ഷൂട്ട് ചെയ്യുന്ന ഈ സിനിമ ഒരു ഡ്രാമ ത്രില്ലർ സിനിമയായിരിക്കും. മമ്മൂട്ടി, സുരേഷ് ഗോപി, കുഞ്ചാ ബോബൻ, ഫഹദ് ഫാസിൽ എന്നിവരായിരിക്കും ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. ഇത്രയും വലിയൊരു കാസ്റ്റിങ്ങുള്ള ഈ സിനിമ മമ്മൂട്ടി കമ്പനി തന്നെയായിരിക്കും പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഇതിലെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് സുഷിൻ ശ്യാം ആണെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റിങ്ങുള്ള സിനിമ ഷൂട്ടിംഗ് തുടങ്ങാൻ വൈകുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. ഈ ലിസ്റ്റിൽ മൂന്നാമത് വരുന്നത് ഒരു അൻവർ റഷീദ് സിനിമയാണ്. എന്നാലും സിനിമയുടെ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആവേശ സിനിമയ്ക്ക് ശേഷം അൻവർ റഷീദ് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടായിരിക്കും ഈ സിനിമ ചെയ്യുന്നത്. ഈ ലിസ്റ്റിൽ നാലാമതുള്ളത് ബിലാലാണ്. 2007 പുറത്തിറങ്ങിയ അമൽ നീരദിൻ്റെ ഒരു കാലം തെറ്റി വന്ന സിനിമയായിരുന്നു ബിഗ് ബി. ആ സിനിമയുടെ രണ്ടാം ഭാഗമായിട്ടാണ് ബിലാൽ 2 വരുന്നത്. പ്രേക്ഷകരെ വളരെയധികം കാത്തിരിക്കുന്ന സിനിമ കൂടിയാണിത്. സിനിമ റിലീസായ സമയത്ത് വലിയ വിജയമൊന്നുമല്ലായിരുന്നു ഇത്. പക്ഷേ ടി വിയിലെത്തിയപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു. ഇപ്പോൾ ആ സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ബിലാൽ ജോൺ കുരിശിങ്ങലിന് ഒരു ഫാൻ ബേസ് തന്നെയുണ്ട്. സിനിമയുടെ ഓരോ അപ്ഡേഷൻസിനും വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. 2019 ഏകദേശം ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങി വെച്ചതായിരുന്നു. പക്ഷേ ഷൂട്ട് തുടങ്ങുന്നതിന് 3 ദിവസം മുമ്പാണ് കൊറോണ വന്ന് ലോക്ക്ഡൗൺ ആയതും അതോടുകൂടി ഷൂട്ടിംഗ് മാറ്റിവെച്ചത്. അതിനുശേഷം അമൽ നീരദും മമ്മൂട്ടിയും ഒന്നിച്ച സിനിമയായിരുന്നു ഭീഷ്മ പർവ്വം. ആ സിനിമ വമ്പൻ വിജയവുമായിരുന്നു. സിനിമ ഇറങ്ങി ഏകദേശം 18 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും പ്രേക്ഷകർ രണ്ടാം പാർട്ടിനായി കാത്തിരിക്കുകയാണ്. ഈ ലിസ്റ്റിലെ അഞ്ചാമത്തെ സിനിമയാണ് കോട്ടയം കുഞ്ഞച്ചൻ 2. 1990 TS സുരേഷ് ബാബു സംവിധാനം ചെയ്ത ഒരു സിനിമയായിരുന്നു കോട്ടയം കുഞ്ഞച്ചൻ. ഈ സിനിമയിൽ മമ്മൂക്കയുടെ ക്യാരക്ടർ ഐക്കോണിക് ക്യാരക്ടർ തന്നെയായിരുന്നു. മമ്മൂക്ക കോട്ടയം സ്ലാങ് സംസാരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് കോട്ടയം കുഞ്ഞച്ചൻ. 2019 മമ്മൂക്ക തന്നെയായിരുന്നു ഇതിനെക്കുറിച്ച് അപ്ഡേഷൻ തന്നത്. മിഥുൽ മാനുവൽ തോമസ് ആയിരിക്കും ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. ഈ ലിസ്റ്റിലെ അവസാനത്തെ സിനിമയാണ് CBI 6. 1988 ഒരു CBI ഡയറിൽ കുറിപ്പിൽ തുടങ്ങി 2022 CBI 5 ദ ബ്രെയിനിൽ എത്തി നിൽക്കുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമാ പരമ്പരയാണ് CBI പരമ്പരകൾ. ഈ സിനിമയിൽ സേതുരാമയ്യർ എന്ന ക്യാരക്ടറിലാണ് മമ്മൂട്ടി എത്തുന്നത്. ഈ 5 സിനിമകളും വലിയ വിജയമാണെങ്കിലും അവസാനം വന്ന CBI 5 പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതുവരെ ഇറങ്ങിയ 5 സിനിമകളും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് K മധുവും എഴുതിയിരിക്കുന്നത് SN സ്വാമിയുമാണ്. ഏതായാലും പ്രേക്ഷകർ വളരെയധികം കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് CBI 6ാം പാർട്ട്. സോ ഗായ്സ്, ഇതൊക്കെയാണ് മമ്മൂട്ടിയുടെ ഇനി വരാനിരിക്കുന്ന സിനിമകൾ. നിങ്ങൾ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതിലേതെങ്കിലും സിനിമ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ബൈ ഗായ്സ്.